അടുത്തായിട്ട് നിങ്ങളുടെ +2-ലെ 6ാമത്തെ ചാപ്റ്ററാണ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ആണ് ചാപ്റ്റർ. സോ ഈ കാണിച്ചു തരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്. സോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ച് നോക്കിയിട്ട് ക്വസ്റ്റ്യൻ പറയുന്ന കാര്യം ഇതാണ്. ഒരു സിലിണ്ടർ ഉണ്ട്. ഒരു സിലിണ്ടറിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റാണ് 3 m/s ആണ്. സോ m/s ആയതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു ടൈമിലാണ് പറഞ്ഞേക്കുക. സെക്കൻഡ് ടൈമിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ റേഡിയസ് 6 ആണെങ്കിൽ 6ൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈമാണ് 3. അതായത് dr/dt വാല്യൂ 3 ആയിരിക്കും. അതുപോലെ ഹൈറ്റ് ഡിക്രീസ് ചെയ്യുന്ന റേറ്റ് ഓഫ് ചേഞ്ച് പറഞ്ഞേക്കുന്നത് 4 m/s ആണ്. സോ ഹൈറ്റ് h എന്ന് എടുക്കുകയാണെങ്കിൽ dh/dt വാല്യൂ 4 ആയിരിക്കും, -4 ആയിരിക്കും. കാര്യം ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് എടുക്കണം, നെഗറ്റീവ് ആയിരിക്കും. ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. നമുക്ക് വേണ്ടത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയമാണ് വേണ്ടത്. വോളിയം v ആണെങ്കിൽ dv/dhൻ്റെ വാല്യൂ dt-യുടെ വാല്യൂ ആണ് വേണ്ടത്. അറ്റ് റേഡിയസ് 4ഉം അതുപോലെ ഹൈറ്റ് 6 ആകുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ സിലിണ്ടറിൻ്റെ വോളിയം ഇതാണ്, πr² ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു വിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിയുടെ ഡെറിവേറ്റീവ് dv/dt എന്ന് കിട്ടും. സോ ഇവിടെ പൈ കോൺസ്റ്റൻ്റ് ആണ്, ബാക്കി 6 വെച്ചും അത് വേരിയബിൾ ആണ്. സോ എന്ത് ചെയ്യുക, പ്രോഡക്റ്റാണ് കൊടുത്തേക്കുക. സോ എന്ത് ചെയ്യണം, ഇവിടെ പ്രോഡക്റ്റ് കൂടെ അപ്ലൈ ചെയ്യണം. സോ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് എന്ന് വരും. ഇപ്പോൾ r² ഇൻറ്റു എച്ചിൻ്റെ ഡെറിവേറ്റീവ് dh/dt ആണ്. നടക്ക് പ്ലസ് ഇനി സെക്കൻഡ് ഫംഗ്ഷൻ h ഇൻറ്റു ഇനി ഫസ്റ്റ് ഫംഗ്ഷൻ r²ൻ്റെ ഡെറിവേറ്റീവ് വേണ്ടേ. അപ്പോൾ r²ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ 2r ആണ് r²ൻ്റെ ഡെറിവേറ്റീവ്. ഇനി കൂടെയുള്ള r-ൻ്റെ ഡെറിവേറ്റീവ് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. കാര്യം വിത്ത് റെസ്പെക്ട് ടു t ആയതുകൊണ്ട് r-ൻ്റെ ഡെറിവേറ്റീവ് dr/dt ആയിരിക്കും. സോ ഇങ്ങനെയായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, πr²h-ൻ്റെ ഡെറിവേറ്റീവ് വരുന്നത്. ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്, dv/dt അറ്റ് r = 4ഉം h = 6ഉമാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ക്വസ്റ്റിനകത്ത് r-ന് പകരം 4 എന്നും h-ന് പകരം എന്ത് കൊടുക്കുക, 6 എന്നും കൊടുക്കുക. അതുപോലെ നമുക്ക് dh/dt-യുടെയും dr/dt-യുടെയും വാല്യൂസ് ഉണ്ട്. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇട്ട് π ഇൻറ്റു -64 + 144 എന്ന് വരും. സോ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 80π എന്നായിരിക്കും ആൻസർ. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വേണ്ട ഒരു സ്പിയറാണുള്ളത്. ആ സ്പിയറിൻ്റെ റേഡിയസ് 6 ആണെങ്കിൽ അതിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ഓഫ് ചേഞ്ച് 2 cm/s ആണ്. സോ dr/dt-യുടെ വാല്യൂ എന്തായിരിക്കും, 2 ആയിരിക്കും. നമുക്ക് വേണ്ടത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സർഫസ് ഏരിയ ആണ്. അപ്പോൾ സർഫസ് ഏരിയ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് അത് അതിൻ്റെ 6ഉമായിട്ട് എങ്ങനെ പ്രൊപ്പോർഷണാലിറ്റി ചെക്ക് ചെയ്യാനാണ്. അതായത് സർഫസ് ഏരിയയുടെ റേറ്റ് ഓഫ് ചേഞ്ച് പ്രൊപ്പോർഷണൽ ടു 1/r ആണോ അല്ലെങ്കിൽ 1/r² ആണോ, r ആണോ അല്ലെങ്കിൽ r² ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ആൻസർ നോക്കാം. അപ്പോൾ ആൻസർ നോക്കുകയാണെങ്കിൽ നമ്മുടെ സർഫസ് ഏരിയ, സ്പിയറിൻ്റെ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ ഇതാണ്, 4πr² ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, അതുപോലെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന കാര്യം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് ആണ്, അത് dr/dt വാല്യൂ 2 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, സർഫസ് ഏരിയയുടെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ, സോ എസ്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ds/dt എന്ന് കിട്ടും. 4π കോൺസ്റ്റൻ്റ് ആണ് മാറ്റി വെച്ചു, ബാക്കിയുള്ളത് r² ആണ്. r²നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ടിയിൽ. സോ x⁻n ഫോമാണ് ആദ്യമേ ഉള്ളപ്പോൾ എന്ത് ചെയ്യുക, 2r എന്ന് വരും. സോ 2r എന്ന് പറയുന്നത് r²ൻ്റെ ഡെറിവേറ്റീവ്. ഇനി എന്ത് ചെയ്യുക, ഈ r-ൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം വിത്ത് റെസ്പെക്ട് ടു ടിയിൽ. സോ r-ൻ്റെ ഡെറിവേറ്റീവ് dr/dt ആയിരിക്കും. ഇവിടെ നമുക്ക് dr/dt-യുടെ വാല്യൂ ഉണ്ട്, 2 ആണ് ക്വസ്റ്റ്യൻ അത് പറയുന്നതുകൊണ്ട്. സോ എന്ത് ചെയ്യും, ഇത് സിംപ്ലിഫൈ ചെയ്താൽ 16πr എന്ന് വരും. സോ നമ്മൾ ds/dt കിട്ടിയത് 16π × r എന്നാണ്. 16π എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ബാക്കിയുള്ളത് അവിടെ 6 മാത്രമേ ഉള്ളൂ. 6 എന്ത് ചെയ്യുക, മേളിൽ കിടക്കുന്നത്. സോ എന്തായിരിക്കും, ds/dt ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r ആണ്. സോ എന്തായിരിക്കും, അവിടെ ആൻസർ 6 ആയിരിക്കും. അടുത്തായിട്ട് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന കാര്യം, അതായത് ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ അത് t സെക്കൻഡിൽ s മീറ്റേഴ്സ് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ തന്നിരിക്കുന്നത് s = 3t² - 8t + 5 ആയിരിക്കും. അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ്. നമുക്ക് വേണ്ടത് ബോഡി വിൽ സ്റ്റോപ്പ്. അപ്പോൾ എപ്പോഴാണ് ഈ ബോഡി എന്ത് ചെയ്യുന്നത്, സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് വേണ്ടത്. സോ ആൻസർ നോക്കാം. സോ നമുക്ക് വേണ്ടത് ബോഡി റെസ്റ്റിലേക്ക് വരുന്നത് എപ്പോഴാണ്, എത്ര സമയം കഴിയുമ്പോഴാണ് റെസ്റ്റിലേക്ക് വരുന്നതെന്ന് വേണ്ടത്. അപ്പം ബോഡി റെസ്റ്റിലേക്ക് വരിക എന്ന് വെച്ചാൽ എന്തായിരിക്കും, അതിൻ്റെ അർത്ഥം വെലോസിറ്റി 0 ആകുമെന്നാണ്. വെലോസിറ്റി 0 ആകുമ്പോൾ എന്തായിരിക്കും, ബോഡി റെസ്റ്റിലായിരിക്കും, ആ ബോഡി സ്റ്റോപ്പ് ആവും. സോ തന്നേക്കുന്നത് ഇത് ഡിസ്റ്റൻസ് ആണ്. അപ്പം എന്ത് ചെയ്യുക, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് വെലോസിറ്റി. സോ എന്ത് ചെയ്യുക, ഡിസ്റ്റൻസ് ആണ് ds. തന്നേക്കുന്ന എസ് ഡിസ്റ്റൻസ് തന്നേക്കുന്ന ഡിസ്റ്റൻസിന് എന്ത് ചെയ്യുക, ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഇട്ടപ്പോൾ എന്ത് ചെയ്യും, വെലോസിറ്റി എന്ന് വെച്ചാൽ ds/dt എന്നായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ഇക്വേഷൻ എസ്സിന് എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു ടിയിൽ എന്ത് ചെയ്യുന്നു, ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 3t² ഡെറിവേറ്റീവ് 6t-യും -8t-യുടെ ഡെറിവേറ്റീവ് -8ഉം 5 കോൺസ്റ്റൻ്റ് ആണ്, 0 ആയിരിക്കും ഡെറിവേറ്റീവ്. സോ ds/dt നമുക്ക് എന്ത് കിട്ടി, 6
6t-8 ആണ് അതിൻ്റെ വെലോസിറ്റി കിട്ടിയത്. ഇനി ബോഡി റെസ്റ്റ് ആകണം എന്തായിരിക്കണം, വെലോസിറ്റി 0 ആയിരിക്കണം. സോ എന്തായിരിക്കും 6t-8 = 0 എന്ന് കൊടുത്തു. സോ ഇത് ടിയുടെ വാല്യൂ 4/3 സെക്കൻഡ് എന്ന് കിട്ടും. സോ എന്തായിരിക്കും 4/3 സെക്കൻഡിൽ ആ ബോഡി റെസ്റ്റിലാവും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ log 1+x മൈനസ് 2x/2+x ആണ്. ഈ ഒരു ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന ഇൻ്റർവെല്ലാണ് നമുക്ക് വേണ്ടത്. ആൻസർ നോക്കാം. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ അല്ലെങ്കിൽ ഡിക്രീസിങ് ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഇൻ്റർവെൽ കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം, തന്നേക്കുന്ന ഫംഗ്ഷനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, അതിനെ 0 ഇക്വേറ്റ് ചെയ്യുക, അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. സോ അത് വെച്ച് എന്ത് ചെയ്യണം, ഇൻ്റർവെൽ മേക്ക് ചെയ്യണം. തന്നേക്കുന്ന ഫംഗ്ഷൻ്റെ വാല്യൂ നമ്മളിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റിനകത്ത് log 1+x എന്നാണ്. log 1+x എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ log xൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. സോ എന്ത് വരും, 1/log x എന്ന് വരും, 1/1+x എന്ന് വരും. ബാക്കി രണ്ടാമത്തെ ടൈം 2x/2+x ആണ്. ഇതെന്താണ്, u/v ഫോമാണ്. സോ ചെയ്യേണ്ട കാര്യം വെച്ചാൽ എന്ത് ചെയ്യുക, u/v ഫോമിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ എന്തിട്ട് ഇവിടെ നിങ്ങൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 2+x × 2 - 2x/2+x ഹോൾ സ്ക്വയർ എന്ന് വരും. സോ ഇന്ന് ക്രോസ് ചെയ്യുകയാണെങ്കിൽ, ഇതൊന്ന് ജസ്റ്റ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ f'(x)ന്റെ വാല്യൂ x² / x+1 × x+2 ഹോൾ സ്ക്വയർ എന്ന് വരും. നമുക്ക് ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന ഇൻ്റർവെല്ലാണ് വേണ്ട. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇൻക്രീസിൻ്റെ കണ്ടീഷൻ ആണെങ്കിൽ f'(x)ന്റെ വാല്യൂ എന്തായിരിക്കും, >0 ആയിരിക്കും എപ്പോഴും. അപ്പോൾ f'(x)ന്റെ വാല്യൂ >0 ആകുന്ന ഇൻ്റർവെല്ലായിരിക്കും എന്ത് ചെയ്യുന്നത് നമുക്ക് വേണ്ടത്. സോ ഈ x² നോക്കുകയാണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും, >0 ആയിരിക്കും. ഇവിടെ x+2 ഹോൾ സ്ക്വയർ ആണ്. അപ്പം എന്തായിരിക്കും, ഈ ടൈം സ്ക്വയർ ആയതുകൊണ്ട് ഈ ടൈം എപ്പോഴും എന്തായിരിക്കും, 0 കൂടുതലായിരിക്കും. പിന്നെ നോക്കേണ്ടത് x+1 എന്ന ടൈം മാത്രമേ ഉള്ളൂ. സോ എന്ത് ചെയ്യുക, ഈ ഒരു ടൈമിന് നമ്മൾ 0 ഇക്വേറ്റ് ചെയ്യാം. x+1 = 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും, +1 അപ്പുറം വെച്ചാൽ -1 എന്ന് കിട്ടും. സോ എക്സിൻ്റെ വാല്യൂ -1 കൂടുതലാണെങ്കിൽ എന്തായിരിക്കും, ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കും. സോ ഇൻ്റർവെൽ വരുന്നതായിരിക്കും -1 ഇൻഫിനിറ്റി ആയിരിക്കും ഇൻ്റർവെൽ. അതായത് 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ cot inverse x + x എന്നാണ്. ഇത് നമുക്ക് ഈ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന ഇൻ്റർവെല്ലാണ് വേണ്ടത്. ആൻസർ നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യുക, എഫ് ഓഫ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, f'(x) കണ്ടുപിടിക്കുക. സോ f'(x)ന്റെ വാല്യൂ cot inverse x നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ cot inverse x ഡെറിവേറ്റീവ് -1/1+x² ആണ്. സോ പ്ലസ് x ഉണ്ട്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഇതിൽ നിന്ന് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, x² / 1+x² എന്ന് കിട്ടും f'(x)ന്റെ വാല്യൂ. നിങ്ങൾ ഈ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ x² ആണ്, അത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഈ x² എന്തായിരിക്കും, എപ്പോഴും പോസിറ്റീവ്. എക്സിന് ഏത് വാല്യൂ കൊടുത്താലും എന്തായിരിക്കും, x² പോസിറ്റീവേ കിട്ടുള്ളൂ. സോ ഇവിടെ +1 ആണുള്ളത്, അതെന്താണ്, ഒരു പോസിറ്റീവ് നമ്പറാണ്. സോ എന്തായിരിക്കും, ഈ f'(x) ടേം എല്ലായ്പ്പോഴും എന്തായിരിക്കും, 0 കൂടുതലായിരിക്കും. 0 അതിൽ കൂടുതലായിട്ടേ വരുള്ളൂ. സോ ഫംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കും, ഇൻക്രീസിങ് ആയിരിക്കും. അതായത് എക്സിന് ഏത് വാല്യൂ കൊടുത്താലും, നെഗറ്റീവ് നമ്പേഴ്സ് കൊടുത്താലും പോസിറ്റീവ് കൊടുത്താലും എന്തായിരിക്കും, ഈ ഒരു ഫംഗ്ഷൻ എല്ലായ്പ്പോഴും ഇൻക്രീസിങ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഇൻക്രീസിങ് ആയതുകൊണ്ട് ഇൻ്റർവെൽ അവിടെ വരും -∞ മുതൽ ഇൻഫിനിറ്റി വരെ ആയിരിക്കും ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവുന്നത്. കാര്യം നമ്മൾ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും എന്തായിരിക്കും, ഈ ടേം പോസിറ്റീവേ കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, എക്സിന് നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ -∞ ആയിരിക്കും അതിൻ്റെ ഇൻ്റർവെൽ. അടുത്തായിട്ട് 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ തന്നിരിക്കുന്നത് 1 - x³ - x⁵ എന്നാണ്. സോ ഈ ഒരു ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുന്ന ഇൻ്റർവെല്ലാണ് നമുക്ക് വേണ്ടത്. ആൻസർ നോക്കാം. അപ്പോൾ നമ്മൾ ആൻസർ നോക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ ഇതായിരുന്നു, 1 - x³ - x⁵ ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഡിക്രീസ് ചെയ്യുന്നതാണെങ്കിലും ഇൻക്രീസ് ചെയ്യുന്നതാണെങ്കിലും ഇൻ്റർവെൽ ആണെങ്കിലും എന്ത് ചെയ്യണം, ഫസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതിന് = 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വാല്യൂസ് കിട്ടും. സോ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്മൾ f'(x) കണ്ടുപിടിക്കുന്നു. f'(x) എന്ന് വെച്ചാൽ 1ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. ബാക്കി -x³ ആണുള്ളത്. x³ ഡെറിവേറ്റീവ് 3x² ആണ്, മൈനസ് അവിടെ ഉണ്ട്. സോ അടുത്ത ടൈം -x⁵ ആണ്. അത് x⁴ ഫോമാണ്. എന്ത് ചെയ്യും, 5x⁴ ആയിരിക്കും ഡെറിവേറ്റീവ്. സോ f'(x) കിട്ടി. നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് മാറ്റി എഴുതുന്ന ക്വസ്റ്റിനെ രണ്ട് ടൈമിൽ എന്ത് ചെയ്തു, ഒരു നെഗറ്റീവ് പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ -3x² + 5x⁴ എന്നായിരിക്കും ഫംഗ്ഷൻ കിട്ടുന്ന f'(x)ന്റെ വാല്യൂ. സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും എന്തായിരിക്കും, ഈ ടൈം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. കാര്യം ഇവിടെ 3 ആണ്, പിന്നെ x² ആണ്, x⁴ ആണ്, പവർ രണ്ടും എന്താണ്, ഈവൻ നമ്പർ ആയതുകൊണ്ട് ഈ അകത്ത ടൈം എല്ലാം ഇപ്പോഴും പോസിറ്റീവേ കിട്ടുള്ളൂ. എങ്കിലും പുറത്തെന്ത് കിടപ്പുണ്ട്, ഒരു നെഗറ്റീവ് കിടപ്പുണ്ട്. സോ ഈ എക്സിന് വരെ നമ്മൾ ഏത് വാല്യൂ കൊടുത്താലും കിട്ടുന്ന വാല്യൂ എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. സോ ഫംഗ്ഷൻ എന്തായിരിക്കും, എക്സിന് നമ്മൾ ഏത് വാല്യൂ കൊടുത്താലും നെഗറ്റീവ് നമ്പർ ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, f'(x)ന്റെ വാല്യൂ <0 ആയിരിക്കും. f'(x)ന്റെ വാല്യൂ <0 ആണെങ്കിൽ എന്തായിരിക്കും, ഫംഗ്ഷൻ ഡിക്രീസിങ് ആയിരിക്കും. അപ്പോൾ ഏത് വാല്യൂ എക്സിന് കൊടുത്താലും ഫംഗ്ഷൻ എന്തായിരിക്കും, ഡിക്രീസിങ് ആയിരിക്കും. 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ഫംഗ്ഷൻ്റെ വാല്യൂ തന്നിരിക്കുന്നത് f(x) = x + cos x എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ ചെക്ക് അപ്പോൾ ആൻസർ നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന f(x)നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ f'(x)ന്റെ വാല്യൂ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്,
കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടും. സോ എന്ത് കിട്ടി? എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1 മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു കിട്ടിയ എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണോ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആണോ ചെക്ക് ചെയ്യേണ്ടേ. സോ നോക്കുകയാണെങ്കിൽ സൈൻ എക്സിൻ്റെ റേഞ്ച്, അതായത് സൈൻ എക്സിനകത്ത് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് -1 മുതൽ +1 വരെയാണ്. ഓക്കെ, സൈൻ എക്സ് നമ്മൾ ഏത് വാല്യൂ കൊടുത്താലും എക്സിന് നമ്മൾ ഏത് വാല്യൂ കൊടുത്താലും സൈൻ എക്സിന് കിട്ടുന്ന വാല്യൂസ് കിടക്കുന്നത് -1നും +1നും ഇടയ്ക്കാണ്. സോ ഇവിടെ ഒന്നിൽ എന്തായിരിക്കും? -1 ആയിരിക്കും വരിക. അപ്പോൾ എന്താ 1 മൈനസ് -1 എന്ന് വരും. സോ എന്താ മൈനസ് മൈനസ് പ്ലസ് ആയി. സോ 1 + 1 2 എന്ന് കിട്ടും എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ. അല്ലെങ്കിൽ മാക്സിമം വാല്യൂ +1 ആയിരിക്കും. സോ എന്താ ഇവിടെ 1 കൊടുത്താലും 1 - 1 0 എന്ന് കിട്ടുള്ളൂ. സോ അപ്പോഴെന്തായിരിക്കും ഈ കിട്ടുന്ന വാല്യൂസ്, അതായത് എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഈ 2നും 0ക്കും ഇടയ്ക്കായിരിക്കും എപ്പോഴും. സോ അതെന്താണ്? ഒരു പോസിറ്റീവ് നമ്പറാണ്. അതുകൊണ്ട് എന്തായിരിക്കും ഈ ഒരു ഫംഗ്ഷൻ എഫ് ഡാഷ് ഓഫ് എക്സ് എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടുള്ളൂ. അതുകൊണ്ട് എന്തായിരിക്കും ഫംഗ്ഷൻ എപ്പോഴും ഇൻക്രീസിങ് ആയിരിക്കും. അടുത്തായിട്ട് 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് വേണ്ടത് തന്നിരിക്കുന്ന വൈയുടെ വാല്യൂ, ഫംഗ്ഷൻ്റെ വാല്യൂ y = x³ + 5x² - 1 എന്നാണ്. സോ ഈ ഒരു ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുന്ന ഇൻ്റർവെല്ലാണ് വേണ്ടത്. ആൻസർ നോക്കാം. അപ്പോൾ ആൻസർ നോക്കുമ്പോൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. y ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ dy/dx എന്ന് കിട്ടും. x³ ഡെറിവേറ്റീവ് 3x² ആണ്, പ്ലസ് 5x² ഡെറിവേറ്റീവ് 10x എന്നാണ്. സോ -1 ഡെറിവേറ്റീവ് 0 ആണ്. ബാക്കി ഈ ഒരു ടൈം കിട്ടും. ഇതുണ്ട് ഈ ടൈമിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു എക്സ് കോമൺ എടുത്തു. ഒരു എക്സ് കോമൺ എടുക്കുകയാണെങ്കിൽ ബാക്കി ഇവിടെ 3x ഇവിടെ ഒരു 10 ആയിരിക്കും ഉള്ളത്. ഇപ്പോൾ എന്ത് ചെയ്യും? x × 3x + 10 എന്ന് എഴുതാൻ പറ്റും. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇനി നമുക്ക് വേണ്ടത് ഡിക്രീസ് ചെയ്യുന്ന ഇൻ്റർവെല്ലാണ് വേണ്ട. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ടൈമിനെ =0 ഡിക്വേറ്റ് ചെയ്യാം. ജസ്റ്റ് 0 ഡിക്വേറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? രണ്ട് ടൈമിൻ്റെ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ഒന്നുകിൽ x 0 ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ആദ്യത്തെ വാല്യൂ x = 0 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഈ ടൈം 0 ആയിരിക്കും. അതായത് 3x + 10ൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ എന്താ 10 അപ്പുറം വെച്ചാൽ -10 എന്ന് കിട്ടും. ഈ 3 അപ്പുറം ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക? -10/3 ആയിരിക്കും എക്സിൻ്റെ വാല്യൂ. സോ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത് എന്തായിരിക്കും? ഒന്നുകിൽ 0 ആയിരിക്കും അല്ലെങ്കിൽ -10/3 ആയിരിക്കും. സോ -10/3 <x <0 എന്ന് വരും. സോ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുന്ന ഇൻ്റർവൽ ഇതായിരിക്കും. 0ക്ക് താഴെ ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിരിക്കും? നെഗറ്റീവ് നമ്പർ ആയിരിക്കും. എക്സ് 0 എടുക്കത്തില്ല, ലെസ് ആയതുകൊണ്ട്. സോ നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും വരിക. അപ്പോൾ എന്തായിരിക്കും ഫംഗ്ഷൻ ഇവിടം വരെ എന്തായിരിക്കും? ഡിക്രീസിങ് ആയിരിക്കും. അടുത്തായിട്ട് 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ പറയുന്നതാണ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ x² - 2x ആണെങ്കിൽ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുന്ന ഇൻ്റർവെല്ലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആൻസർ നോക്കാം. അപ്പോൾ നമ്മൾ ആൻസർ നോക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇതായിരുന്നു, x² - 2x ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ x² ഡെറിവേറ്റീവ് 2x -2x ഡെറിവേറ്റീവ് -2 സോ ഇത് രണ്ട് ടേബിൾ 2 കോമൺ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു 2 എടുത്തു കഴിഞ്ഞാൽ 2 × x - 1 എന്ന് വരും. സോ നമുക്ക് എന്ത് ചെയ്യണം? ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുന്ന ഇൻ്റർവെല്ലാണ് വേണ്ട. അപ്പോൾ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന ടേബിളിന് =0 കൊടുത്തു കഴിഞ്ഞാൽ 2 ഒരിക്കലും 0ക്ക് ഈക്വൽ ആവില്ല. ബാക്കി എന്തായിരിക്കും? x - 1 = 0 എന്ന് വരും. x - 1 0 ആണെങ്കിൽ അതിന് എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത് ഈ -1 അപ്പുറം വെച്ച് കഴിഞ്ഞാൽ +1 എന്ന് കിട്ടും. സോ 1 അതിൽ താഴെയുള്ള വാല്യൂസാണ് എക്സിന് വരുന്നത്. എന്തായിരിക്കും? ഫംഗ്ഷൻ ഡിക്രീസിങ് ആയിരിക്കും. ഡിക്രീസിങ് ആണ് എന്ത് ചെയ്യണം? 1 താഴെയുള്ള വാല്യൂസ് ഒരു നെഗറ്റീവ് നമ്പേഴ്സ് നമുക്ക് വേണ്ടത്. സോ എന്തായിരിക്കും? ഡിക്രീസിങ് ആയതുകൊണ്ട് 1 താഴെ 1 അതിൽ താഴെയുള്ള ഏത് വാല്യൂ എക്സിന് കൊടുത്താൽ എന്തായിരിക്കും? ഫംഗ്ഷൻ ഡിക്രീസിങ് ആയിരിക്കും. അപ്പോൾ ഇൻ്റർവെൽ 1 താഴെ എന്ന് പറയുമ്പോൾ ഇവിടെ വരെ പോകാം -∞ വരെ ആയിരിക്കും പോകുന്നത്. സോ -∞, 1 ആയിരിക്കും ഫംഗ്ഷൻ ഡിക്രീസിങ് ആയിട്ടുള്ള ഇൻ്റർവെൽ. ഇവിടെ പക്ഷേ എന്ത് ചെയ്യില്ല, നമ്മൾ എടുക്കുന്നത് 1ന് ക്ലോസ്ഡ് ഇൻ്റർവെൽ ആയിരിക്കും എടുക്കുക. കാര്യം എന്താണ്? ഇവിടെ എക്സിൻ്റെ വാല്യൂ കിട്ടിയത് 1 ആണ്. സോ 1ലും ഫംഗ്ഷൻ എന്താണ്? ഡിക്രീസിങ് ആണ്. സോ എന്തായിരിക്കും? -∞, 1 ആയിരിക്കും ഡിക്രീസിങ് ആയിട്ടുള്ള ഇൻ്റർവെൽ. അടുത്തായിട്ട് 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ പറയുന്നത് നമുക്ക് വേണ്ടത് ഇക്വേഷൻ ഓഫ് ടാൻജൻ്റ് ആണ് വേണ്ടത്. സോ തന്നിരിക്കുന്ന കർവ് y = e⁻²x ആണ്. അറ്റ് പോയിന്റ് 0,1 ആണ്. അപ്പോൾ 0,1 എന്ന പോയിന്റിൽ നമുക്ക് y = e⁻² എന്ന് പറഞ്ഞ കർവിലേക്ക് വരയ്ക്കുന്ന ഒരു ടാൻജൻറ്റിൻ്റെ ഇക്വേഷനാണ് വേണ്ടത്. ആൻസർ നോക്കാം. അപ്പോൾ നമ്മൾ ആൻസർ നോക്കുകയാണെന്നുണ്ട് തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന കർവ് y = e⁻²x ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ടാൻജൻറ്റിൻ്റെ ഇക്വേഷനാണ്. ടാൻജൻറ്റ് ഇക്വേഷൻ നിങ്ങൾക്കറിയാം y - y1 = m × x - x1 ആണ്. അവിടെ തന്നിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, 0,1 ആണ് പറഞ്ഞിരിക്കുന്ന പോയിന്റ്. സോ എന്തായിരിക്കും? എക്സിൻ്റെ വാല്യൂ 0യും വൈയുടെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. സോ നമുക്ക് ഇവിടെ വേണ്ടത് എമ്മിൻ്റെ വാല്യൂ വേണ്ട, സ്ലോപ്പാണ് വേണ്ട. ആ ഒരു കർവിൻ്റെ സ്ലോപ്പ് വേണം. സോ എന്ത് ചെയ്താൽ സ്ലോപ്പിന് വേണ്ടി തന്നിരിക്കുന്ന വൈയുടെ വാല്യൂ e⁻²x, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? സ്ലോപ്പ് കിട്ടും. dy/dx ആയിരിക്കും സ്ലോപ്പ്. സോ വൈയുടെ വാല്യൂ e⁻²x ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ dy/dxൻ്റെ വാല്യൂ e⁻²x ഡെറിവേറ്റീവ് 2e⁻²x എന്നാണ്. സോ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന സ്ലോപ്പ്. നമുക്ക് വേണ്ടത് സ്ലോപ്പ് അറ്റ് ദ പോയിന്റ് 0,1 വേണ്ടേ.
സോ എന്ത് ചെയ്യുക, എക്സിന് പകരം 0യും വൈക്ക് പകരം 1 കൊടുക്കുക. അവിടെ എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായിരിക്കും, എക്സിൻ്റെ വാല്യൂ 0 കൊടുത്തു കഴിഞ്ഞാൽ പവർ എന്ത് ചെയ്യും, ഇവിടെ 2 × 0 എന്ന് വരും. സോ 2 e⁻0 ആയിരിക്കും. e⁻0യുടെ വാല്യൂ 1 ആണ്. സോ എന്ത് കിട്ടും നമുക്ക് ആൻസർ 2 എന്നായിരിക്കും സ്ലോപ്പ് അറ്റ് പോയിന്റ് 0,1 കിട്ടുക. സോ നമ്മൾ വാല്യൂ എടുക്കുകയാണെങ്കിൽ നമ്മുടെ x1 y1 ആണ് പോയിന്റ്, y - y1 = m × x - x1 ഇക്വേഷൻ വാല്യൂ എടുത്തേക്കാണ്. സോ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ x - 0 വാല്യൂ x ആണ്. സോ ഇവിടെ റൈറ്റ് സൈഡ് 2 × x 2x എന്ന് വരും. y - 1 = 2x എന്ന് കിട്ടും. നമുക്ക് എന്ത് ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ. അടുത്തതായിട്ട് 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ തന്നിരിക്കുന്ന കർവിൻ്റെ ഇക്വേഷൻ ഇതാണ്. y = 4 - x² 2/3 ആണ്. ഈ ഒരു കർവിലേക്ക് വരയ്ക്കുന്ന ടാൻജൻറ്റിൻ്റെ ഇക്വേഷനാണ് വേണ്ടത് അറ്റ് ദ പോയിന്റ് x = 2ൽ. അപ്പോൾ ആൻസർ നോക്കാം. അപ്പോൾ അതിൻ്റെ കാര്യം വെച്ചാൽ ഇവിടെ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ഇക്വേഷനെ എന്ത് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. സോ dy/dx കിട്ടുന്നത് -4x/3 × 4 - x² 1/3 എന്നായിരിക്കും. സോ നമുക്ക് എന്താണ് തന്നിരിക്കുന്ന പോയിന്റ് x = 2ലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ 2,0 എന്ന് പറഞ്ഞ പോയിന്റ് ആയിരിക്കും x y. സോ എക്സിന് നമ്മൾ എന്ത് കൊടുക്കുക, ഇക്വേഷനകത്ത് 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഇവിടെ ഈ ഒരു ടൈം 4 - 2² എന്ന് വരും. സോ എന്തായിരിക്കും 2² 4 ആയിരിക്കും. 4 - 4 0 എന്നായിരിക്കും വരിക. സോ ഈ ടൈം മൊത്തത്തിൽ എന്തായി പോകും, 0 ആയി പോവും. അതായത് സ്ലോപ്പ് നമുക്ക് എന്ത് കിട്ടും, 2,0 എന്ന് പറഞ്ഞ പോയിന്റിൽ 0 എന്ന് കിട്ടും. സ്ലോപ്പ് 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും, അത് എക്സ് ആക്സിന് പാരലായിരിക്കും. അതായത് ഒരു വെർട്ടിക്കൽ ലൈനായിരിക്കും എന്ത് നമ്മുടെ ടാൻജൻറ്റ് കിട്ടുക. സോ എന്തായിരിക്കും അവിടുത്തെ പാസ് ചെയ്ത് പോകുന്ന പോയിന്റ് 2യിലൂടെ ആയിരിക്കും, എക്സിലെ 2യിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്ത് പോകുന്ന 2,0 ആയതുകൊണ്ട്. സോ നമുക്ക് എന്തായിരിക്കും ആ ഒരു ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ x = 2 എന്നായിരിക്കും. കാര്യം അവിടെ വൈയുടെ വാല്യൂ 0 ആണ്, അതുപോലെ എക്സ് ആക്സിന് പാരലാണ്, അതുകൊണ്ട് y എന്താണ് സ്ലോപ്പ് 0യുമാണ്. സോ ഇക്വേഷൻ x = 2 ആണ്. ക്വസ്റ്റ്യൻ 39ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് വേണ്ടത് 4x² - 9y² = 36 എന്ന് പറയുന്ന ഒരു ലൈൻ, ഒരു കർവിലേക്ക് വരയ്ക്കുന്ന ടാൻജൻറ്റിൻ്റെ ഇക്വേഷനാണ് വേണ്ടത്. അതുപോലെ കണ്ടീഷൻ എന്താണ്, ടാൻജൻറ്റ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ 5x + 2y - 10 = 0. ഈ ഒരു ലൈന് ടാൻജൻറ്റ് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു ടാൻജൻറ്റും ഈ ലൈനും പെർപെൻഡിക്കുലർ ആണെങ്കിൽ കണ്ടീഷൻ ഇതാണ്, അവരുടെ സ്ലോപ്പിൻ്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും, -1 ആയിരിക്കും. സോ ആൻസർ നോക്കാം. അപ്പോൾ നമ്മൾ ആൻസർ നോക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ഇക്വേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് സ്ലോപ്പ് കണ്ടുപിടിക്കുക. സോ 4x² ഡെറിവേറ്റീവ് 8x ആണ്. അതുപോലെ 9y² ഡെറിവേറ്റീവ് എന്ന് പറയുമ്പം 18y, അതായത് y² 2y ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, 2 × 9 18y × y ഡെറിവേറ്റീവ് dy/dx = 0 എന്ന് വരും. 36 കോൺസ്റ്റൻ്റ് ആണ്, 0 ആയിരിക്കും ഡെറിവേറ്റീവ്. ഇതിൽ നിന്ന് dy/dxൻ്റെ വാല്യൂ 4x/9y ആയിരിക്കും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. സോ സ്ലോപ്പ് കിട്ടിയത് എന്താണ്, 4x/9y എന്ന് കിട്ടിയത്. അത് നമ്മുടെ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് ആയിരിക്കും. ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന കാര്യം എന്ത് ചെയ്യുക, ഒരു രണ്ടാമത്തെ ലൈനുണ്ട്, ടാൻജൻറ്റ് പെർപെൻഡിക്കുലർ ലൈനാണ് 5x + 2y - 10. ഇതിൻ്റെ സ്ലോപ്പ് -5 ഉണ്ടായിരിക്കും. കാര്യം എന്താ ചെയ്യുക, ഇതിനെ y = mx + c എന്ന് പറഞ്ഞ ഫോം ആക്കുക. അവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും എന്ത് സ്ലോപ്പ്. സോ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് വരുന്നത് -5 ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായിരിക്കും ഈ ലൈൻ്റെ സ്ലോപ്പ് -5/2 ആയിരിക്കും. സോ ഈ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പും ഈ സ്ലോപ്പും എന്തായിരിക്കും, അതിൻ്റെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ -1 ആയിരിക്കും ആൻസർ. കാര്യം അവർ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട്. സോ അതുകൊണ്ട് ആദ്യത്തെ ടാൻജൻറ്റ് സ്ലോപ്പ് ഇൻറ്റു ആ ഒരു ലൈൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടുന്ന് വൈയുടെ വാല്യൂ 10x/9 എന്നാണ് കിട്ടുക. സോ എന്ത് കിട്ടി, വൈയുടെ വാല്യൂ 10x/9 കിട്ടി. ഇനി ചെയ്യേണ്ട കാര്യം നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ എടുക്കുക. ഈ ഒന്നാമത്തെ ഇക്വേഷനകത്ത് ഈ കിട്ടിയ വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കണ്ട 4x² - വൈക്ക് പകരം ആ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 100x² / 9 = 36 എന്ന് വരും. ഇതൊന്ന് ക്രോസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്നാണ്ട് -64x² = 324 എന്ന് കിട്ടും ലാസ്റ്റ് ഇക്വേഷൻ. സോ ഇത് നമുക്ക് വേണ്ടത് എക്സിൻ്റെ വാല്യൂ വേണ്ടേ. സോ ഇവിടുന്ന് കണ്ട ഈ x² വാല്യൂ -64 ഇപ്പുറം വന്നു കഴിഞ്ഞാൽ 324/-64 എന്ന് വരും. സോ എന്ത് ചെയ്യും, എക്സിൻ്റെ വാല്യൂ റൂട്ടിനകത്ത് എന്തൊരു നെഗറ്റീവ് വരും. എക്സിൻ്റെ വാല്യൂ എടുക്കുകയാണെങ്കിൽ റൂട്ടിനകത്ത് ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും വരുന്നത്. സോ അതൊരു ഇമാജിനറി നമ്പർ ആയിരിക്കും. സോ എന്തില്ല, നമ്മുടെ ഒരു XY പ്ലെയിനിൽ ആ ഒരു ഇമാജിനറി നമ്പർ ഇല്ല. സോ എന്തായിരിക്കും, അങ്ങനെ ഒരു പോയിന്റ് കാണില്ല. അതായത് ടാൻജൻറ്റ് ഈ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പോയിന്റ് കാണത്തില്ല. കാര്യം കിട്ടുന്ന എക്സിൻ്റെ വാല്യൂ ഇവിടെ ഒരു ഇമാജിനറി നമ്പർ ആയിരിക്കും. അങ്ങനെ ഒരു പോയിന്റ് ഇല്ലാത്തത് കൊണ്ട് സോ എന്തായിരിക്കും, അത് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഒരു പോയിന്റ് കാണില്ല. 42ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ അങ്ങനെ കർവ് ഇതാണ്, y = 2x² - x + 1 ആണ്. സോ ഈ കർവിലേക്ക് വരയ്ക്കുന്ന ടാൻജൻറ്റ് അതിൻ്റെ ഇക്വേഷനാണ് നമുക്ക് വേണ്ടത്. അത് പാസ് ചെയ്ത് പോകുന്ന പോയിന്റാണ് നമുക്ക് വേണ്ടത്. സോ ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ വെച്ചാൽ രണ്ടാമതൊരു ലൈനുണ്ട്,
അതായത് y ഈക്വൽ ടു 3x പ്ലസ് 9 എന്ന് പറഞ്ഞ ലൈനും ഈ ഒരു ടാൻജൻറ്റും പാരലലാണെന്നാണ് പറഞ്ഞേക്കുക. അങ്ങനെയാണെങ്കിൽ ആ ടാൻജൻറ്റിൻ്റെയും ഈ ഒരു ലൈൻ്റെയും സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് ആൻസർ നോക്കാം. അപ്പോൾ തന്നേക്കുന്ന ഇക്വേഷൻ ഇതായിരുന്നു. കർവ് y ഈക്വൽ ടു 2x² മൈനസ് എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം തന്നേക്കുന്ന കർവിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. സോ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ y ഡെറിവേറ്റീവ് dy/dx ആണ്. 2x² ഡെറിവേറ്റീവ് 4x, ബാക്കി മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1 ആണ്. 1 കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. സോ കിട്ടിയ സ്ലോപ്പ് എന്തായിരിക്കും, 4x -1 ആയിരിക്കും കിട്ടിയ സ്ലോപ്പ്. ഇനി നമുക്ക് എടുക്കുന്ന രണ്ടാമത്തെ ടൈം തന്നിരിക്കുന്നത് y ഈക്വൽ ടു 3x പ്ലസ് 9 ആണ്. സോ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് y ഈക്വൽ ടു mx പ്ലസ് ഈ ഫോമിലാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എക്സിൻ്റെ കോഎഫിഷ്യന്റ് 3 ആയതുകൊണ്ട് ഈ 3 ആയിരിക്കും എന്ത് ലൈൻ്റെ ഈ ഒരു ലൈൻ്റെ സ്ലോപ്പ്. ഈ ക്വസ്റ്റിന് പറയുന്നുണ്ട് ഈ ടാൻജൻറ്റും ഈ ലൈനും എന്താണ് പാരലലാണ്. സോ എന്തായിരിക്കും അവരുടെ സ്ലോപ്പുകൾ ഈക്വൽ ആയിട്ട് വരും. സോ 4x -1ൻ്റെ വാല്യൂ എന്തായിരിക്കും 3 ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, സ്ലോപ്പ് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ 4x -1 ഈക്വൽ 3 എന്ന് എടുക്കാൻ പറ്റും. ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ 1 എന്ന് കിട്ടും. സോ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി, നമുക്ക് എന്താ ഒരു പോയിന്റാണ് വേണ്ട. അപ്പോൾ എന്ത് ചെയ്യണം, ഇനി വൈയുടെ വാല്യൂ വേണം. അപ്പോൾ എന്ത് ചെയ്യുക, ഈ കിട്ടിയ ആദ്യത്തെ ഇക്വേഷൻ വൈയിൽ എന്ത് ചെയ്യാം, എക്സിന് പകരം നമുക്ക് കിട്ടിയ 1 കൊടുക്കുമ്പോൾ ഇവിടുന്ന് ഒരു വൈയുടെ വാല്യൂ കിട്ടും. സോ എന്ത് ചെയ്യുക, ഈ ഇക്വേഷനകത്ത് എക്സിന് പകരം എന്ത് കൊടുക്കുന്നു, 1 എന്ന് കൊടുത്താൽ 2 × 1² -1 + 1 = 2 എന്ന് കിട്ടും വൈയുടെ വാല്യൂ. സോ എന്തായിരിക്കും 1,2 ആയിരിക്കും പാസ് ചെയ്ത് പോകുന്ന പോയിന്റ്.